പ്രിയ സ്നേഹിതരെ, ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പത്തും ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: കർത്താവിങ്കിലേക്ക് തിരിയുവാന് വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത്. നമ്മളെല്ലാവരും പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കാറുണ്ട്. പിന്നീടാവട്ടെ, നാളെ ആവട്ടെ, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ മനസ്സിരുത്തി നമ്മൾ ധ്യാനിക്കേണ്ടത് തന്നെയാണ്. ഇതിലെ വചനഭാഗങ്ങൾ നമ്മൾ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കണം എന്ന് കൃത്യമായിട്ടും ഒരു ചിത്രം നമ്മൾക്ക് കാട്ടിത്തരുന്നുണ്ട്. ഈ വചനത്തിന് തൊട്ട് മുൻപുള്ള വചനഭാഗങ്ങളിൽ പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, ഈ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ദൈവം ക്ഷമാശീലനല്ലേ, മനുഷ്യരുടെ തെറ്റുകൾ അദ്ദേഹം ക്ഷമിക്കുമല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം നമ്മളിലേക്കുണ്ടാകും. അത് നമ്മളുടെ നാശത്തിനും കാരണമാകും. അതുകൊണ്ട് ഇനിയും നാളെ ആകട്ടെ എന്ന് ചിന്തിച്ച് വൈകാതെ, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാതെ നമുക്ക് ഈശ്വര ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാരണം, യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും നമ്മളുടെ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി നല്ല മനസ്സോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും. തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത്, ഉൾക്കരുത്ത് നമ്മൾക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടും. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾക്ക് പാപ നിറഞ്ഞ ഒരു ജീവിതം അത് ഉപേക്ഷിക്കാം, മാനസാന്തരപ്പെടാം, നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്യാതെ നമ്മൾക്ക് യഥാർത്ഥ മനുഷ്യരായിട്ട്, നല്ല മനുഷ്യരായിട്ട് നമ്മൾക്ക് ജീവിക്കാം. നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നമ്മളൊക്കെയും ദൈവത്തിൻ്റെ ചാരന്മാരായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ദൈവകരങ്ങളായിട്ട് നമ്മൾക്കും മാറുവാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.